ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. ഇംഗ്ലീഷ് അപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് നമ്മൾ പ്രയത്നിക്കാറുണ്ട്. പലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചിട്ടും നമുക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതായി വന്നു ചേരുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖമാണല്ലേ. ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക? ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് പഠിക്കുക? എനിക്ക് ഇനി ഇംഗ്ലീഷ് പഠിയുമോ? ഇനി ഞാൻ എവിടെ പോയി പഠിക്കും? ഇനി ഞാൻ എന്താണ് ചെയ്യുക? എനിക്ക് പണ്ട് മുതലേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന ഒത്തിരി ചോദ്യമാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള എൻ്റെ എല്ലാ സഹോദരന്മാരും ഈ വീഡിയോ മുതൽ കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു ദിവസം നമ്മൾ ഒരുപാട് മലയാളം സംസാരിക്കാറുണ്ടല്ലേ. പക്ഷെ ഈ മലയാളം സംസാരിക്കുന്നതിന്റെ കുറച്ച് ഇംഗ്ലീഷ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അങ്ങനെ കുറച്ച് മലയാളം സംസാരിക്കുന്നതിന് ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ക്ലാസ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പൊ എന്താ നമ്മൾ നോക്കി നോക്കാം അല്ലേ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഞാൻ ഇന്നലെ പിസ്സ കഴിക്കുകയായിരുന്നു. അവർ നമ്മളോടാണോ സംസാരിക്കുന്നത്? ഞാൻ ഇന്നലെ പാർട്ടിയിൽ ഗിറ്റാർ വായിച്ചിരുന്നു. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സംവിധായകനോട് സംസാരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താണ്? ഞാൻ സംവിധായകനോട് സംസാരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. പക്ഷെ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത് അല്ലേ. നമ്മൾ നോക്കി നോക്കാം അല്ലേ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. പൊതുവെ ഈ സമയത്ത് നമ്മൾ രാത്രി ഉറങ്ങാറില്ല. കാരണം എന്താണ്? നല്ല ചൂടാണ്. ആ സമയത്ത് പവറും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ വെളിയിൽ ചെന്ന് പുറത്ത് നിന്നിരിക്കാന്നല്ലാതെ വെളിയിൽ ചെന്നിരിക്കാന്നല്ലാതെ വേറെ രക്ഷയില്ല അല്ലെ. നമ്മൾ ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യ, അൺസൈക്കബിൾ അല്ലെ. സഹിക്കാൻ വയ്യ എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? അൺസൈക്കബിൾ. കണ്ടോ കിട്ടിയില്ലേ? അപ്പൊ ഇതുപോലെ ചെറിയ ഇംഗ്ലീഷ് നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ പഠിക്കും കേട്ടോ. എന്താണ്? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. I was not sleeping last night. എന്താണ്? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന് പറയാ. I was not. എന്താണ്? I was not sleeping. കണ്ടോ? I was not sleeping. ഞാൻ ഉറങ്ങിയില്ല ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. കണ്ടോ? വളരെ സിമ്പിൾ ആണ് അല്ലേ. ഞാൻ ഇന്നലെ പിസ്സ കഴിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ പിസ്സ കഴിക്കുകയായിരുന്നു. എങ്ങനെ പറയാ? I was having a pizza yesterday. എന്താണ്? I was having a pizza. having എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കുകയായിരുന്നു. a pizza എന്താണ്? yesterday. ഞാൻ ഇന്നലെ ഒരു പിസ്സ കഴിക്കുകയായിരുന്നു. പിസ്സ അല്ല, ഇവിടെ എന്തും വെക്കട്ടോ. എന്താണ്? ദോശ, അല്ലെങ്കിൽ നമുക്ക് എന്തും വെക്കാം. എന്താണ്? ബ്രെഡ്, എന്തും വെക്കട്ടോ. I was having a pizza yesterday. അവർ നമ്മളോടാണോ സംസാരിക്കുന്നത്? അവർ നമ്മളോടാണോ സംസാരിക്കുന്നത്? Were they talking to us? കണ്ടോ? Were they talking to us? കണ്ടോ? ഇവിടെ എന്താണ്? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതാണ് ഇവിടെ 6 ഭാഗം വന്നു കേട്ടോ. എന്താണ്? Were they talking to us? അടുത്തതാണ്, ഞാൻ ഇന്നലെ പാർട്ടിയിൽ ഗിറ്റാർ വായിച്ചിരുന്നു. ഞാൻ ഇന്നലെ പാർട്ടിയിൽ ഗിറ്റാർ വായിച്ചിരുന്നു. I was playing the guitar at the party. കണ്ടോ? I was playing എന്താണ്? ഞാൻ പ്ലേ ചെയ്തിരുന്നു. the guitar എന്താണ്? ഗിറ്റാർ at the party. കണ്ടോ? ഞാൻ ഇന്നലെ പാർട്ടിയിൽ ഗിറ്റാർ വായിച്ചിരുന്നു. I was കണ്ടോ? ഞാൻ ഇന്നലെ പാർട്ടിയിൽ ഗിറ്റാർ വായിച്ചിരുന്നു. I was playing the guitar at the party yesterday എന്നുണ്ട് കേട്ടോ. yesterday ഇന്നലെ, ഇവിടെ yesterday എന്ന് വെച്ച് കൊടുത്തോളൂ കേട്ടോ. കണ്ടോ? I was playing the guitar at party yesterday. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. It was raining when I reached home. എന്താണ്? ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. It was raining when I reached home. ഞാൻ സംവിധായകനോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. I was waiting to speak to the director. കണ്ടോ? I was waiting to speak to the director. കണ്ടോ? വളരെ സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് മനസ്സിലായല്ലോ.
അപ്പൊ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടഫാണ്, ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചു പോകും അല്ലേ? മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വളരെ മധുരമായി വളരെ എളുപ്പമായി നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ഒന്നുകൂടെ നോക്കാം അല്ലേ? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ പിസ്സ കഴിക്കുകയായിരുന്നു. I was having a pizza yesterday. അവർ നമ്മളോടാണോ സംസാരിക്കുന്നത്? Were they talking to us? ഞാൻ ഇന്നലെ പാർട്ടിയിൽ ഗിറ്റാർ വായിച്ചിരുന്നു. I was playing the guitar at the party yesterday. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. It was raining when I reached home. ഞാൻ സംവിധായകനോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. I was waiting to speak to the director. കണ്ടോ, വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കടന്നു പോകാം കേട്ടോ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.